നമുക്ക് സാധാരണ ബ്രോഡ്ബാൻഡിൽ കണ്ടുവരാറുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് വീട്ടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചില റൂമിനകത്ത് കിട്ടില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടാറില്ല. ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിലാണ് വെച്ചെങ്കിൽ ഈ ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടാതിരിക്കുക, അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്. അത് പരിഹരിക്കാൻ വേണ്ടി ഒന്നുകിൽ എക്സ്റ്റൻഡർ വയ്ക്കുക, ഇതുപോലത്തെ എക്സ്റ്റൻഡർ വയ്ക്കുക. ഇത് വെച്ച് നമുക്ക് ഒരു പരിധിവരെ സിഗ്നൽ പ്രോബ്ലം പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനി എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായി പവർ കൊടുക്കുക. പവർ കൊടുത്തിട്ടുണ്ടോ ലാൻ കേബിള് സിസ്റ്റത്തിലോട്ടും ഇതിൻ്റെ ലാൻ പോർട്ടിലുമാണ് കൊടുക്കേണ്ടത്. വാനിലല്ല. വാനിൽ കൊടുക്കഴിഞ്ഞാൽ മോഡത്തിൽ നിന്ന് വാനിൽ കൊടുത്താൽ മാത്രമാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമുക്ക് കോൺഫിഗർ ചെയ്യാൻ ലാൻ പോർട്ടിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ലാനിൽ കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ എക്സ്റ്റൻഡറിലാണെങ്കിൽ ഒന്നും നോക്കാനില്ല, ഒറ്റ പോർട്ടേ കാണത്തുള്ളൂ. അപ്പോൾ ഒരു കേബിൾ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഇതിൻ്റെ IP റേഞ്ച് നോക്കണം. IP റേഞ്ച് നോക്കാൻ നമ്മൾ ഒന്നുകിൽ ഷോർട്ട് കട്ട് ഉണ്ട്, വിൻഡോസും 6 അടിക്കുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ റൺ വരും. അവിടെ ടൈപ്പ് ചെയ്യുക NCPA.cpl. എന്നതിന് ശേഷം ഇവിടെ നെറ്റ്വർക്ക് കാണിക്കും. ഇവിടെ വൈഫൈയും നെറ്റ്വർക്കും ഉണ്ട്. അതിൽ നെറ്റ്വർക്കിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ഏത് റേഞ്ചിലാണ് IP, ഇതിപ്പോൾ ഓൾറെഡി കോൺഫിഗർ ചെയ്ത് വെച്ച, അതായത് കോൺഫിഗേർഡ് ആണ് ഈ മോഡം. അതുകൊണ്ടാണ് 100 റേഞ്ചിൽ വരുന്നത്. ഡീഫോൾട്ട് വരുന്നതാണെങ്കിൽ 192.168.1.1 അല്ലെങ്കിൽ 0.1 ഓക്കെ. ഇപ്പോൾ IP നോക്കി. അതിനുശേഷം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ ക്രോം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് 100 റേഞ്ചിലായതുകൊണ്ട് 100.1ൽ 192 ഞാൻ IP ടൈപ്പ് ചെയ്തു. 192.168.100.1 എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു. അപ്പോൾ യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. സാധാരണ ഒരു യൂസർ നെയിം പാസ്വേഡ് ഇതിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും. അഡ്മിനും ആയിരിക്കും. ചിലപ്പോൾ അഡ്മിൻ അല്ലെങ്കിൽ ചിലപ്പം ബ്ലാങ്ക് ആയിരിക്കാം. ചിലപ്പോൾ അഡ്മിൻ അല്ലെങ്കിൽ പാസ്വേഡ് എന്നായിരിക്കും പാസ്വേഡ്. ഇതിപ്പോൾ ഞാൻ പാസ്വേഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അടുത്ത ലോഗിൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത് റിപ്പീറ്റർ മോഡിലാണ് എനേബിൾ ചെയ്യേണ്ടത്. അതിനു വേണ്ടി വയർലെസ്സിൽ പോകുക. അതിനുശേഷം വയർലെസ് റിപ്പീറ്റർ എന്ന് പറഞ്ഞ് കാണും ഇവിടെ. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നെറ്റ് ഡിസ്കണക്റ്റ് ആയെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്. ഓക്കെ, ഡിസ്കണക്റ്റ് ആയതായിരുന്നു. ഓക്കെ, എൻ്റർ കൊടുക്കുക. സോക്കറ്റിൽ ടച്ച് ചെയ്തതായതുകൊണ്ട് പവർ ബ്രേക്ക് ആയതാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. 100.1 കൊടുക്കുന്നു.